ഇസ്ലാമിനു മുൻപുള്ള അറേബ്യൻ കാലഘട്ടത്തെ നാം പൊതുവെ ജാഹിലിയ കാലം അഥവാ അജ്ഞാനകാലം എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ ചരിത്രത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കുമ്പോൾ ഇസ്ലാമിനു മുൻപുള്ള അറേബ്യ കേവലം നിയമങ്ങളില്ലാത്ത അരാജകത്വം വാണിരുന്ന ഒരു പ്രദേശമായിരുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. സങ്കീർണമായ ഗോത്രബന്ധങ്ങളും വ്യക്തമായ സാമൂഹിക നിയമങ്ങളും നിലനിന്നിരുന്ന ഒരു വലിയ ലോകമായിരുന്നു അറേബ്യൻ ഉപദ്വീപ്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ വടക്ക് ജോർദാനും ഇറാഖും, പടിഞ്ഞാറ് ചെങ്കടൽ, തെക്ക് അറേബ്യൻ കടൽ, കിഴക്ക് പേർഷ്യൻ ഗൾഫും അതിരിടുന്ന ഈ പ്രദേശം ഭൂരിഭാഗം മരുഭൂമികളാൽ ചുറ്റപ്പെട്ടതായിരുന്നു. എങ്കിലും തെക്കുഭാഗത്തുള്ള യമൻ അക്കാലത്തെ ഏറ്റവും ഫലഭൂഷ്ടമായ പ്രദേശമായിരുന്നു. മധ്യ അറേബ്യയിലെ മക്ക, മദീന, ത്വായിഫ് തുടങ്ങിയ നഗരങ്ങൾ മരുപ്പച്ചകളെയും ജലലഭ്യതയെയും അടിസ്ഥാനമാക്കിയാണ് വളർന്നു വന്നത്. മറ്റെന്തിനേക്കാളും ഗോത്രങ്ങൾക്കായിരുന്നു അന്നത്തെ മക്ക ഉൾപ്പെടെയുള്ള അറേബ്യയിൽ സ്ഥാനമുണ്ടായിരുന്നത്. ഒരാൾ ഏത് ഗോത്രത്തിൽ നിന്നാണെന്ന് നോക്കിയാണ് അയാൾക്കുള്ള മൂല്യം ആളുകൾ കൽപ്പിച്ചിരുന്നത്. അതായത് അറേബ്യയിലെ സാമൂഹിക വ്യവസ്ഥയുടെ ആധാരശില ഗോത്രങ്ങളായിരുന്നു. ഒരു കുടുംബം താമസിക്കുന്ന കൂടാരമാണ് ഇതിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ്. ഇത്തരത്തിലുള്ള നിരവധി കൂടാരങ്ങൾ ചേരുമ്പോൾ ഹയ്യ് എന്ന ചെറുസംഘം രൂപപ്പെടുന്നു. ഹയ്യുകളുടെ കൂട്ടം ഒരു കൗമായി മാറുന്നു. കൗമുകൾ ഗോത്രങ്ങളായി മാറുന്നു. ഒരു വ്യക്തിയുടെ സുരക്ഷയും സ്വാതന്ത്ര്യവുമെല്ലാം അയാൾ ഏത് ഗോത്രത്തിൽ പെടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. അതിനാൽ തന്നെ ഗോത്രത്തിന് പുറത്ത് ഒരാൾക്ക് നിലനിൽപ്പ് ഉണ്ടായിരുന്നില്ല. രക്തബന്ധമായിരുന്നു ഗോത്രത്തിന്റെ അടിസ്ഥാനം. എന്നിരുന്നാലും ഗോത്രങ്ങൾ തമ്മിലുള്ള ഉടമ്പടികളും ധാരണകളും നിലനിന്നിരുന്നു. അതിനെ അവർ മാനിക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്നു. അസബിയ്യ അഥവാ ഗോത്ര ഐക്യം എന്നാണ് അവർ ഇതിനെ വിളിച്ചത്. ഓരോ വ്യക്തിയുടെയും സുരക്ഷ അവന്റെ ഗോത്രത്തിന്റെ ഉത്തരവാദിത്തമായിരുന്നു. മക്കയിലെ ഏറ്റവും പ്രബലമായ ഗോത്രം ഖുറൈശികളായിരുന്നു. ബനു ഹാഷിം, ബനു അബ്ദു ഷംസ് തുടങ്ങിയ ഉപവിഭാഗങ്ങൾ ഇതിനു കീഴിലുണ്ടായിരുന്നു. മദീനയിലാകട്ടെ ഔസ്, ഹസ്റജ് എന്നീ അറബ് ഗോത്രങ്ങളും ബനു ഖുറൈസ ഉൾപ്പെടെയുള്ള ജൂത ഗോത്രങ്ങളും അധിവസിച്ചു. അറേബ്യയിലെ ജനങ്ങൾ പ്രധാനമായും രണ്ട് വിഭാഗങ്ങളായിരുന്നു. അതായത് ഉപജീവന മാർഗത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള വിഭാഗങ്ങളായിരുന്നു അറേബ്യയിൽ ജീവിച്ചിരുന്നത്. ഒരു വിഭാഗം ആടുകളെയും ഒട്ടകങ്ങളെയും മേച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ അലയുന്നവർ, നാടോടികളായിരുന്നു ഇവർ. ബഡൂയിനികൾ എന്നാണ് ഈ വിഭാഗം അറിയപ്പെടുന്നത്. മറ്റൊരു വിഭാഗം നഗരങ്ങൾ കേന്ദ്രമാക്കി കച്ചവടവും കൃഷിയുമൊക്കെയായി കഴിയുന്നവർ, അതായത് ഒരിടത്ത് സ്ഥിരതാമസമാക്കിയവർ. കച്ചവടാവശ്യത്തിനായി മാസങ്ങളും വർഷങ്ങളും നീണ്ട യാത്ര നടത്തുമെങ്കിലും അവർ അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചുവരും. ഹളരികൾ എന്നാണ് ഈ വിഭാഗം അറിയപ്പെടുന്നത്. മുമ്പ് പറഞ്ഞ പോലെ ഗോത്രങ്ങൾക്കിടയിൽ ഉടമ്പടികളും ഭരണഘടനയും നിലനിന്നിരുന്നു. 5-ാം നൂറ്റാണ്ടിൽ ഖുസയ്യ് ബിൻ കിലാബ് എന്ന നേതാവാണ് മക്കയിലെ ചിതറിക്കിടന്ന ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് അധികാരം സ്ഥാപിച്ചത്. ഖുസയ്യ് ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം കഅബയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയും നഗരഭരണം ചിട്ടപ്പെടുത്തുകയും ചെയ്തു. കഅബയുടെ അടുത്തായി സ്ഥിതി ചെയ്തിരുന്ന ദാറുൽ നദുവ എന്ന കൗൺസിലായിരുന്നു ഭരണസിര കേന്ദ്രം. 40 വയസ്സിന് മുകളിലുള്ളവരും പൗരപ്രമുഖരും അവിടെ യോഗം ചേർന്നായിരുന്നു മക്കയിലെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. യുദ്ധം, വിവാഹം, കച്ചവടം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം കൂട്ടായ ആലോചനയിലൂടെയാണ് അവർ തീരുമാനമെടുത്തിരുന്നത്. ബനു ഹാഷിം, ബനു നൗഫൽ, ബനു അബ്ദുദ്ദാർ, ബനു തെയ്യും തുടങ്ങിയ 10 പ്രധാന ഗോത്രങ്ങൾ ചേർന്നായിരുന്നു മക്കയിലെ ഭരണം നടത്തിയിരുന്നത്. ബനു ഹാഷിം ഗോത്രത്തിന്റെ ചുമതല ഹജ്ജിനായി എത്തുന്ന തീർത്ഥാടകർക്ക് വെള്ളം നൽകലായിരുന്നു. അവർക്ക് ഭക്ഷണം നൽകലായിരുന്നു ബനു നൗഫൽ ഗോത്രത്തിന്റെ ചുമതല. ബനു അബ്ദുദ്ദാർ ഗോത്രത്തിന്റെ ചുമതല കഅബയുടെ താക്കോൽ സൂക്ഷിക്കലും കഅബയുടെ സംരക്ഷണവുമായിരുന്നു. നഷ്ടപരിഹാരം, ചോരപ്പണം എന്നിവ തീരുമാനിക്കലായിരുന്നു ബനു തെയ്യും ഗോത്രത്തിന്റെ ചുമതല. പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും ആദ്യ ഖലീഫയാവുകയും ചെയ്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഈ ചുമതലയുള്ള സംഘത്തിന്റെ അമരക്കാരൻ. മക്ക ഗോത്രങ്ങളാലും അവരുടെ സഹകരണത്താലും സമ്പന്നമാണെങ്കിലും പുറത്തുനിന്ന് വരുന്നവർക്കും ദുർബലർക്കും അനീതി നേരിടേണ്ടി വന്നിരുന്നു. പലരും ആക്രമിക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഈ സംഭവങ്ങൾ ഇല്ലാതാക്കാൻ പൗരപ്രമുഖർ ചേർന്ന് ഹിൽഫ് അൽ ഫുദൂൽ എന്ന ഒരു സഖ്യം രൂപീകരിച്ചു. ഒരു യമനി കച്ചവടക്കാരന് മക്കയിലെ ഒരു പ്രമുഖൻ കൊടുക്കാനുണ്ടായിരുന്ന പണം കൊടുക്കാതിരുന്നപ്പോൾ അത് വലിയ ചർച്ചയാവുകയും പ്രശ്നമാകുകയും ചെയ്തപ്പോഴാണ് ഈ സഖ്യം രൂപീകരിച്ചത്. മക്കയിലെത്തുന്ന വിദേശികൾക്കോ ദുർബലർക്കോ അനീതി നേരിടേണ്ടി വന്നാൽ അവർക്ക് നീതി ലഭ്യമാക്കാൻ ഗോത്രങ്ങൾ ഒന്നിച്ചു നിൽക്കുമെന്ന് ഈ സഖ്യത്തിലൂടെ ഗോത്രങ്ങൾ പ്രതിജ്ഞ ചെയ്തു. അന്നത്തെ കാലത്ത് ഒരു വിപ്ലവം തന്നെയായിരുന്നു ഇത്.
മക്കയുടെ സാമ്പത്തിക അടിത്തറയെക്കുറിച്ച് വലിയ സംവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. രണ്ടു വാദങ്ങളാണ് നിലനിൽക്കുന്നത്. മക്കയുടെ സാമ്പത്തിക അടിത്തറ പ്രധാനമായും കച്ചവടം തന്നെയായിരുന്നു എന്നാണ് ഒന്നാമത്തെ വാദം. മക്ക ഒരു അന്താരാഷ്ട്ര വ്യാപാര കേന്ദ്രമായിരുന്നുവെന്നും യമനിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ, പട്ട്, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പാതയിലെ പ്രധാന കണ്ണിയായിരുന്നു മക്കയെന്നും ഒരു വിഭാഗം ചരിത്രകാരന്മാർ വിവരിക്കുന്നുണ്ട്. മക്കയിൽ കൃഷിയില്ലാത്തതിനാൽ അവർ പൂർണ്ണമായും വ്യാപാരത്തെ ആശ്രയിച്ചു എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ പട്രീഷ്യ ക്രോണിനെ പോലുള്ള ഹിസ്റ്റോറിയൻസ് ഈ വാദത്തെ നിരാകരിക്കുന്നുണ്ട്. കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത് മക്ക ഒരു കച്ചവട കേന്ദ്രമായിരുന്നു എന്ന് തന്നെയാണ്. പ്രവാചകന്റെ പൂർവികൻ ഹാഷിം ബിൻ അബ്ദു മനാഫ് ആരംഭിച്ച വ്യാപാര കരാറുകൾ ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. മക്കയുടെ സാമ്പത്തിക വിജയത്തിന്റെ നട്ടെല്ല് എന്നാണ് ഇലാഫ് എന്നറിയപ്പെടുന്ന ഈ കരാറിനെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത്. സിറിയ, യമൻ, അബ്സീനിയ തുടങ്ങിയ അയൽരാജ്യങ്ങളുമായും വിവിധ ഗോത്രങ്ങളുമായാണ് ഹാഷിം ഇലാഫ് കരാറുകൾ ഉണ്ടാക്കിയത്. ഇതുപ്രകാരം ഖുറൈശികളടക്കമുള്ളവരുടെ വ്യാപാര സംഘങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിഞ്ഞു. ഖുർആനിലെ ഖുറൈഷ് അധ്യായത്തിൽ ശൈത്യകാലത്തും വേനൽക്കാലത്തും ഖുറൈശികൾ നടത്തിയിരുന്ന ഈ യാത്രയെ പരാമർശിക്കുന്നുണ്ട്. കച്ചവടത്തിനു പുറമെ ഇരുമ്പുപണി, തുകൽ സംസ്കരണം, ആയുധ നിർമ്മാണം, വസ്ത്രനിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങളും മക്കയിലും മദീനയിലും നിലനിന്നിരുന്നു. മദീന ഈന്തപ്പന കൃഷിയെ ആശ്രയിച്ചപ്പോൾ മക്ക കച്ചവടത്തെയാണ് ആശ്രയിച്ചിരുന്നത്. ഇസ്ലാമിനു മുൻപുള്ള മക്കയിൽ പലിശ സമ്പ്രദായം വ്യാപകമായിരുന്നു. പലിശ പണം തിരിച്ചു നൽകാൻ കഴിയാത്തവരെ അടിമകളാക്കുന്ന രീതിയും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇത് സമൂഹത്തിൽ വലിയ സാമ്പത്തിക അസമത്വത്തിന് കാരണമായിരുന്നു. മതപരമായി നോക്കിയാൽ ഇസ്ലാമിനു മുൻപ് അറേബ്യ വിഗ്രഹാരാധനയിൽ മുഴുകിയ നാടായിരുന്നു. കഅബയിൽ ഏകദേശം 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഹുബൽ എന്ന വിഗ്രഹമായിരുന്നു കഅബയിലെ പ്രധാനി. രത്നം പോലുള്ള മൂല്യമുള്ള ചുവന്ന കല്ലുകൊണ്ടാണ് ഹുബൽ എന്ന വിഗ്രഹം പണികഴിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യരൂപം തന്നെയായിരുന്നു വിഗ്രഹത്തിനുണ്ടായിരുന്നത്. ഭാവി പ്രവചിക്കാൻ ഹുബലിന് കഴിയുമെന്ന് മക്കക്കാർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. അമ്പുകൾ ഉപയോഗിച്ചാണ് അവർ ഈ പ്രവചനത്തെ മനസ്സിലാക്കിയിരുന്നത്. ഹുബലിനു പുറമെ അൽ ലാത്ത, അൽ ഉസ്സ, മനാത്ത എന്നീ ദേവതകളെയും അവർ ആരാധിച്ചിരുന്നു. അവർ വിശ്വസിച്ചിരുന്നത് അള്ളാഹുവിന്റെ 3 പെൺമക്കളാണ് ഈ ദേവതകൾ എന്നാണ്. ലാത്ത തായിഫിലും ഉസ്സ നക്ലയിലും മനാത്ത മദീനയുടെ ചില ഭാഗങ്ങളിലുമായിരുന്നു കൂടുതലായി ആരാധിക്കപ്പെട്ടിരുന്നത്. കഅബ ഈ ഗോത്രങ്ങളുടെയെല്ലാം ആത്മീയ കേന്ദ്രമായിട്ടായിരുന്നു അന്ന് അവർ കണ്ടിരുന്നത്. അതിനാൽ തന്നെ ചുറ്റുപാടുള്ള എല്ലാ ഗോത്രങ്ങളുടെയും അവരുടെ ദൈവങ്ങളുടെയും റെപ്രസെന്റേഷൻ കഅബയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 360 പരം വിഗ്രഹങ്ങൾ കഅബയിൽ ഉണ്ടായിരുന്നത്. അബ്രഹാം പ്രവാചകൻ അഥവാ ഇബ്രാഹിം നബിയാണ് കഅബ പണി കഴിപ്പിച്ചതെന്ന് അറബികൾ പൊതുവെ വിശ്വസിച്ചിരുന്നു. പുരാതന കാലം മുതലേ അറബികളുടെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു കഅബ. വർഷത്തിലൊരിക്കൽ അവർ കഅബയിൽ ഒത്തുകൂടുകയും അവരുടേതായ രീതിയിൽ ഹജ്ജ് നിർവഹിക്കുകയും ചെയ്തിരുന്നു. ഹജ്ജ് നടത്തുന്ന മാസത്തെ വിശുദ്ധ മാസമായിട്ടായിരുന്നു അവർ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ യുദ്ധം, കലഹം, അക്രമം, കൊള്ള എന്നിവയെല്ലാം നിഷിദ്ധമായിരുന്നു. അതിനാൽ തന്നെ ഈ സമയം അറേബ്യൻ ഉപദ്വീപ് ശാന്തമായിരുന്നു. ഹജ്ജ് തീർത്ഥാടനം സാമ്പത്തിക കൈമാറ്റത്തിനുള്ള വേദിയായും വർത്തിച്ചിരുന്നു. കച്ചവടമായിരുന്നു ഹജ്ജിനെത്തുന്നവരുടെ പ്രധാന ലക്ഷ്യം. അവരുടെ കയ്യിലുള്ള ചരക്ക് കൊണ്ടുവന്ന് അതിനു പകരമായി അവർക്ക് ആവശ്യമുള്ള ചരക്ക് വാങ്ങുവാൻ ഹജ്ജ് വേളകൾ അറബികൾ ഉപയോഗപ്പെടുത്തി. വിഗ്രഹ ആരാധകർക്ക് പുറമെ ജൂതമതവും അറേബ്യയിൽ നിലനിന്നിരുന്നു. മദീനയിലെ ബനു ഖുറൈസ, ബനു നദീർ, ബനു കൈനുക ഗോത്രങ്ങൾക്ക് പുറമെ യമനിലും ജൂതമതം ശക്തമായിരുന്നു. ജൂതമതത്തിനൊപ്പം ക്രിസ്തുമതവും അറേബ്യയിലുണ്ടായിരുന്നു. നജറാനിലും അറേബ്യയുടെ വടക്കൻ അതിർത്തികളിലും ക്രിസ്തുമത വിശ്വാസികൾ കൂടുതലായി താമസിച്ചിരുന്നു. കൂടാതെ തീയിനെ ആരാധിച്ചിരുന്ന സ്വരാഷ്ട്രീയൻ മതക്കാരും അറേബ്യയിലുണ്ടായിരുന്നു. ഇവർക്കെല്ലാം പുറമെ ഇബ്രാഹിം നബിയുടെ വിശ്വാസം പിന്തുടരുന്ന ഏകദൈവ വിശ്വാസികളായ ചെറിയൊരു സമൂഹവും മക്കയിൽ താമസിച്ചിരുന്നു. പൂർണ്ണമായും ഇബ്രാഹിം വിശ്വാസമായിരുന്നില്ലെങ്കിലും ഒരു ചായ്വ് അവർക്കുണ്ടായിരുന്നു. ദൈവം ഏകമാണെന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചു. ഹനീഫുകൾ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. വർക്ക ബിൻ നൗഫൽ, സെയ്ദ് ബിൻ അംർ തുടങ്ങിയവർ ഹനീഫുകളായിരുന്നു. ഇസ്ലാമിനു മുൻപുള്ള അറേബ്യയെക്കുറിച്ച് പറയുമ്പോൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ആമുൽ ഫീൽ അഥവാ ഗജവർഷം. കഅബ തകർക്കാൻ അബ്സീനിയൻ ഗവർണർ അബ്രഹത്ത് ആനപ്പുറത്ത് വന്നതും പിന്നീട് വിരണ്ടോടിയതുമായ സംഭവമാണ് ആമുൽ ഫീൽ. ആ സംഭവത്തെക്കുറിച്ച് വിശദമായ വീഡിയോ അടുത്ത പാർട്ടായി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. പ്രവാചകനു മുൻപുള്ള മക്കയിൽ സ്ത്രീകൾ പൊതുവെ 2ാം തരം പൗരന്മാരായിട്ടായിരുന്നു പരിഗണിക്കപ്പെട്ടിരുന്നത്. സ്ത്രീകൾക്ക് അനന്തരാവകാശമോ സ്വത്തവകാശമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഖദീജ റളിയല്ലാഹു അൻഹയെ പോലുള്ള
സമ്പന്നരായ സ്ത്രീകൾ സ്വന്തമായി കച്ചവടം നടത്തുകയും സമൂഹത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുകയും ചെയ്തിരുന്നു എന്നത് മക്കയിലെ സ്ത്രീകൾക്ക് ചില സാമ്പത്തിക സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. ഗോത്രങ്ങൾ അനുസരിച്ചായിരുന്നു വിവേചനങ്ങൾ സ്ത്രീകൾ അനുഭവിച്ചതെന്നാണ് വായനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ബനു തമീം പോലുള്ള ഗോത്രങ്ങളിൽ പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചുമൂടുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു. ദാരിദ്ര്യം ഭയന്നോ പെൺകുട്ടികൾ ഭാവിയിൽ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട് അപമാനത്തിന് പാത്രമാകുമെന്ന് ഭയന്നോ ആണ് അവർ ഇത് ചെയ്തിരുന്നത്. ഖുർആൻ ഈ പ്രവൃത്തിയെ ശക്തമായി വിമർശിക്കുന്നുണ്ട്. പൊതുവെയുള്ള വിവാഹരീതിക്ക് പുറമെ 4 തരത്തിലുള്ള വിവാഹരീതികളാണ് അറേബ്യയിൽ അന്ന് നിലവിലുണ്ടായിരുന്നത്. ഒന്നാമതായി നിക്കാഹ് അൽ മക്ത്. പിതാവ് മരിച്ചാൽ മൂത്ത മകൻ പിതാവിന്റെ ഭാര്യയെ അനന്തരാവകാശമായി സ്വീകരിക്കുന്ന രീതിയാണ് ഇത്. സ്വന്തം ഉമ്മയല്ലാത്ത പിതാവിന്റെ ഏതു ഭാര്യയെയും മൂത്ത മകനെ വിവാഹം കഴിക്കാമായിരുന്നു. രണ്ടാമതായി ഷിഗാർ എന്ന വിവാഹരീതിയാണ് നിലനിന്നിരുന്നത്. മഹർ അഥവാ വിവാഹമൂല്യം നൽകാതെ 2 പെൺമക്കളുടെ ഉപ്പമാർ തങ്ങളുടെ പെൺമക്കളെ പരസ്പരം വെച്ചുമാറുന്ന വിവാഹരീതിയാണ് ഇത്. മൂന്നാമതായി നിലനിന്നിരുന്നത് ഇസ്തിബ്ദ എന്ന വിവാഹരീതിയാണ്. ഭർത്താവ് തന്റെ ഭാര്യയെ കുലീനനായ ഒരു പുരുഷന്റെ അടുത്തേക്ക് അയച്ച് ഗർഭം ധരിപ്പിക്കുന്ന രീതിയാണ് ഇത്. കുട്ടിക്ക് ഉന്നത ഗോത്ര പാരമ്പര്യം ലഭിക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ ചെയ്തിരുന്നത്. നാലാമതായി നിലനിന്നിരുന്ന വിവാഹ രീതിയാണ് മുത്അ. താൽക്കാലിക വിവാഹമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിശ്ചിത സമയത്തേക്ക്, ആഴ്ചയോ മാസമോ ആകാം, ഒരു പെൺകുട്ടിയെ കണ്ടെത്തി മഹർ നൽകി വിവാഹം കഴിക്കുന്ന രീതിയാണ് ഇത്. ഇങ്ങനെ 4 തരത്തിലുള്ള വിവാഹ രീതികളാണ് അന്ന് പ്രധാനമായും നിലനിന്നിരുന്നത്. എഴുതപ്പെട്ട ചരിത്രത്തെക്കാളും അറബികൾക്ക് പ്രിയം വായ്മൊഴി പാരമ്പര്യത്തിലുള്ള ചരിത്രങ്ങളായിരുന്നു. എഴുത്തിനേക്കാൾ അവർ പ്രാധാന്യം കൊടുത്തിരുന്നത് കഥകൾ പറയുന്നതിനും കേൾക്കുന്നതിനുമായിരുന്നു. അവരുടെ പ്രധാന സാഹിത്യരൂപം കവിതയായിരുന്നു. കവികളെല്ലാം ഗോത്രങ്ങളുടെ വക്താക്കളായിരുന്നു. കവിക്കും കവിതകൾക്കും അറബികൾ അത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്നു. കഅബയിൽ കവിതകൾ തൂക്കിയിടുന്ന സമ്പ്രദായം അന്ന് നിലനിന്നിരുന്നു. പ്രധാനപ്പെട്ട 7 അല്ലെങ്കിൽ 10 കവിതകൾ കഅബയുടെ ചുമരിൽ തൂക്കിയിടും. അത്രത്തോളം മൂല്യമുള്ള നല്ല കവിതകൾ മാത്രമേ അങ്ങനെ പ്രദർശിപ്പിക്കാറുള്ളൂ. ഇമ്രുൽ ഖൈസ്, അന്തര ബിൻ ഷദ്ദാദ്, സുഹൈർ തുടങ്ങിയ കവികളെല്ലാം ആ കാലഘട്ടത്തിലെ പ്രധാന കവികളായിരുന്നു. അറബി സാഹിത്യത്തിൽ ഇപ്പോഴും ഇവരുടെ പേരുകൾ നമുക്ക് മുഴങ്ങിക്കേൾക്കാം. ഉക്കാസ് ചന്തയും കവികൾക്കും കവിതകൾക്കും ജീവൻ നൽകിയിരുന്നു. കച്ചവടത്തിന് മാത്രമല്ല ഉക്കാസ് ചന്ത ഉപയോഗിച്ചിരുന്നത്. അവിടെ കവികൾ ഒത്തുചേർന്ന് അവരുടെ കവിതകൾ അവതരിപ്പിക്കുകയും കവിതാ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. കവിതകൾ കേൾക്കാനായി മാത്രം നിരവധി ആളുകൾ ചന്തയിൽ എത്തിയിരുന്നതായി ചരിത്രം പറയുന്നുണ്ട്. അറബി ഭാഷയുടെ വികാസത്തിൽ ഉക്കാസ് ചന്ത വലിയ പങ്കുവഹിച്ചതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രവാചകന്റെ വരവോടെയാണ് മക്ക ഉൾപ്പെടെയുള്ള അറേബ്യ മാറുന്നത്. ക്രിസ്തുവർഷം 610 മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം പ്രഖ്യാപിച്ചതോടെ അറേബ്യയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചു. ഗോത്ര മഹിമക്ക് പകരം തഖ്വ അഥവാ ദൈവഭയം അടിസ്ഥാനമാക്കിയുള്ള ഒരു സമൂഹത്തെ പ്രവാചകൻ വിഭാവനം ചെയ്തു. പെൺ ശിശുഹത്യ അദ്ദേഹം നിർത്തലാക്കി. സ്ത്രീകൾക്ക് അനന്തരാവകാശവും വിവാഹമോചനത്തിനുള്ള അവകാശവും സാക്ഷ്യത്തിനുള്ള അവകാശവും നൽകി. പലിശ നിരോധിക്കുകയും സക്കാത്ത് നടപ്പിലാക്കുകയും ചെയ്തു. ഇത് സമ്പത്തിന്റെ നീതിയുക്തമായ വിതരണത്തെ പ്രോത്സാഹിപ്പിച്ചു. കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നത് തടയുകയും അളവിലും തൂക്കത്തിലും കൃത്യത പാലിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇസ്ലാമിനു മുൻപുള്ള അറേബ്യ അരാജകത്വം നിറഞ്ഞതായിരുന്നു എന്ന പരമ്പരാഗത ധാരണ ശരിയല്ല. അവിടെ വ്യക്തമായ ഗോത്ര നിയമങ്ങളും വ്യാപാര ശൃംഖലകളും സാംസ്കാരിക പാരമ്പര്യങ്ങളും നിലനിന്നിരുന്നു. എന്നാൽ സാമൂഹിക അസമത്വം, സ്ത്രീകളോടുള്ള വിവേചനം, ഗോത്രപക എന്നിവയും ശക്തമായിരുന്നു. ഇസ്ലാം ഈ സാമൂഹിക വ്യവസ്ഥയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുകയും ഗോത്രവർഗ സമൂഹത്തെ ഏകീകരിച്ച് ഒരു ആഗോള നാഗരികതയ്ക്ക് അടിത്തറയിടുകയും ചെയ്തു. അടുത്ത എപ്പിസോഡിൽ ആമുൽ ഫീൽ ചർച്ച ചെയ്യാം. വീഡിയോ ലഭ്യമാകുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.